Okay, good afternoon. Good afternoon, Miss. Madam. Good afternoon. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഇന്നലത്തെ എന്റെ ക്ലാസ്സിൽ അശ്വതി മിസ്സാണ് എടുത്തത്, അതുകൊണ്ടാണ് കേട്ടോ എന്റെ മിസ്സിന്റെ ക്ലാസ്സിൽ ഞാൻ കയറിയത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഡിപ്പാർട്ട്മെന്റ്സിന്റെ നമ്മള് ഒബ്സ്ട്രക്റ്റിസ് വരെയാണ് പറഞ്ഞത് അല്ലെ. ഒബ്സ്ട്രക്റ്റിസ് വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? ഗൈനക്കോളജി ഒബ്സ്ട്രക്റ്റിസ് വരെ അല്ലെ. ഇൻഫെർട്ടിലിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നോക്കാം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് നമുക്ക് പറയാമോ? ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? പറഞ്ഞേ. ആരെങ്കിലും എന്താറിയില്ലേ? എന്താ മിസ് ചോദിച്ചേ? ലിവറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങള് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഹെപ്പറ്റോളജി. പറഞ്ഞോ കുഴപ്പമില്ല. ഇപ്പോ ഓർമ്മയില്ല. ഹെപ്പറ്റോളജി. ഏതാണ്? ഹെപ്പറ്റോളജി കേട്ടോ. അതൊക്കെ പോയിട്ട് ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ലിവറിന് വരുന്ന അസുഖമാണ് കേട്ടോ. കരൾ വീക്കം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റോളജി കേട്ടോ. കുഞ്ഞ് നോട്ടുള്ളതല്ലേ? കുഞ്ഞ് കുറച്ച് ഒരു നോട്ടുള്ളതല്ലേ? കുറച്ച് നോട്ടല്ല അതിനുള്ളൂ. മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? ലിവർ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് ഈ ഗ്യാസ്ട്രോളജി ഡിപ്പാർട്ട്മെന്റിലും നമ്മള് അല്ല, ഗ്യാസ്ട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുമോ ലിവറിന്റെ പ്രോബ്ലങ്ങൾ? ഗ്യാസ്ട്രോ സംബന്ധമാണോ? ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ കാണുന്ന നമ്മള് ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയോ? നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ഒക്കെ കളക്ട് ചെയ്തോ? കിട്ടിയോ എല്ലാവർക്കും? ശരി, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കിട്ടിയവര് മാർക്ക് ചെയ്തിടണം കേട്ടോ. കിട്ടാത്തവർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഇന്നത്തെ ക്ലാസ്. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ്. ഓക്കെ, സ്ക്രീനിൽ നോക്കുക കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സില്? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു കേട്ടോ. എൻഡോക്രൈൻ സിസ്റ്റം അല്ലെ, അന്തസ്രാവ്യ വ്യവസ്ഥയെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്, ജനറൽ മെഡിസിൻ, ഗൈസ്ട്രോ എൻറ്ററോളജി, പിന്നെ എന്താണ് ഹെപ്പറ്റോളജി, ഗൈനക്കോളജി, പിന്നെ എന്താ പറഞ്ഞത്? ഒബ്സ്ട്രക്റ്റിസ്, ഇൻഫെർട്ടിലിറ്റി കേട്ടോ. ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലെ. ന്യൂറോളജി എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? നമ്മുടെ നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ, അതായത് ന്യൂറോൺ സംബന്ധമായിട്ട്, അതെ, നെർവ് സംബന്ധമായിട്ട് അല്ലെ, ന്യൂറോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തൊരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലെ, നാഡീ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങൾ അല്ലെ, അതിന്റെ ചികിത്സ, രോഗനിർണയം, പ്രതിരോധം, ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെയാണ് ന്യൂറോളജി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. ന്യൂറോളജി ഡീൽസ് വിത്ത് ദ ഹ്യൂമൻ നെർവസ് സിസ്റ്റം. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവരൊന്ന് ജസ്റ്റ് ഒരു ഹൈഫൺ ഇട്ട് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, നെർവസ് സിസ്റ്റം എന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. Neurology deals with the human nervous system. The doctors in this department investigate and treat patients for problems affecting their brain and spinal cord. Brain and spinal cord. അതായത് നമ്മുടെ തലച്ചോറ് അല്ലെ, നമ്മുടെ തലച്ചോറ്, ബ്രെയിൻ, അതുപോലെ തന്നെ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? സുഷുമ്ന നാഡിയാണ് കേട്ടോ. കണ്ടിട്ടില്ലേ? നമ്മുടെ തലച്ചോറിന് ഇങ്ങനെ ബാക്കിൽ കൂടെ പോകുന്ന ആ വാൽവ് പോലത്തെ സംഭവം, അതാണ് കേട്ടോ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്.
അപ്പൊ ഈ ഒരു ബ്രെയിനും സ്പൈനൽ കോഡും എന്നൊക്കെ പറയുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. നമുക്ക് സെൻട്രൽ കേന്ദ്ര നാഡീ വ്യവസ്ഥയുണ്ട്, പെരിഫറൽ നാഡീ വ്യവസ്ഥയുണ്ട്. നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് എന്ത്, നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡ് അല്ലെ. അപ്പൊ ഈ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയൊക്കെ ബാധിക്കുന്ന അസുഖങ്ങള്, അതിന്റെ ചികിത്സ, അതിന്റെ രോഗനിർണയം, പ്രതിരോധം, ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നേരിട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് തെറ്റില്ല. The department that deals with the problems of nervous system എന്ന് കാണുമ്പോൾ നിങ്ങൾ തെറ്റിക്കില്ല, നിങ്ങൾക്ക് അറിയാം ന്യൂറോളജി ആണെന്നറിയാം. ഇനി ഇങ്ങനെ ചോദിക്കുകയാണ്, the department which is responsible for the problems that affecting the brain and spinal cord എന്ന് എടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, brain and spinal cord is a part of our nervous system. അങ്ങനെ ചിന്തിച്ചിട്ട് ഉത്തരം പറയണം ന്യൂറോളജി ആണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ബ്രെയിനും സ്പൈനൽ കോഡും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞത്. അങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ തോന്നും. ഓക്കെ, അപ്പൊ ഈ ബ്രെയിൻ സ്പൈനൽ കോഡ് ഇസ് പാർട്ട് ഓഫ് നെർവസ് സിസ്റ്റം ആണ് കേട്ടോ, നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇത്രയുള്ള എന്നൊക്കെ മനസ്സിലാക്കാം കേട്ടോ. ഇനി നോക്കാം, ന്യൂറോളജിസ്റ്റ് എക്സാമിൻ the patients who have been referred to them by other physicians in both the inpatient and outpatient settings. എന്താണ് പറയുന്നത്? ഈ പറയുന്ന ന്യൂറോളജിസ്റ്റുകള്, ഈ പറയുന്ന ന്യൂറോളജിസ്റ്റുകൾ അവർ ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലും ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും രോഗികൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, അതായത് മറ്റുള്ള ഫിസിഷ്യൻസ് റെഫർ ചെയ്ത് വിടുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ, അസുഖ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും നെർവ് സംബന്ധമായിട്ട് പ്രോബ്ലംസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാല് ഫിസിഷ്യൻസ് എന്ത് ചെയ്യും? അവരെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് അവരെ റെഫർ ചെയ്യും അല്ലെ. അങ്ങനെ വരുന്ന പേഷ്യൻസിനെ ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലും ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും എന്ത് പ്രൊവൈഡ്, ഈ പറയുന്ന ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചാൽ അത്രയും സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. സിവിയർ സിറ്റുവേഷൻ ആയിട്ട് ന്യൂറോൾ സംബന്ധമായിട്ട് സിറ്റുവേഷൻ ആയിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഇനി അതല്ലാത്ത കേസുകളാണെങ്കിൽ അവർക്ക് ഔട്ട് പേഷ്യന്റ് ബേസിലും എന്ത് കൊടുക്കാം? ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇനി നോക്കാം, a neurologist will begin their interaction with a patient by taking a comprehensive medical history and then perform a physical examination focusing on evaluating the nervous system. അത് പൊതുവെ എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ തന്നെയാണ് അല്ലെ. ആദ്യം ന്യൂറോളജിസ്റ്റിന് എടുത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. സാധാരണ എന്താ ചെയ്യാ, ഡോക്ടേഴ്സ് എന്താ ചെയ്യാ, ആദ്യം ഒരു മെഡിക്കൽ അല്ലെ, ഒരു എന്താ പറയാ, അവരുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ ആദ്യം മനസ്സിലാക്കുക. അതാണ് ഇപ്പോഴും ഫസ്റ്റത്തെ സ്റ്റെപ്പ് അല്ലെ. അവരോട് സംസാരിച്ച് അവരുടെ മെഡിക്കൽ ഒരു വളരെ വിപുലമായിട്ടുള്ള ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ എടുത്തതിന്, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമാണ് പിന്നെ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻസും മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ അവര് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, വേറെ കാര്യമൊന്നും പറയുന്നില്ല. കേട്ടോ. ഇനി നോക്കാം, കമ്പോണൻസ് ഓഫ് ദ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അതിലൊന്ന് ബ്രാക്കറ്റ് ഇട്ടാൽ മതി. Components of the neurological examination include the assessment of the patient's cognitive function, motor strength, sensation reflexes, coordination and gait. Okay, bracket close ചെയ്യാട്ടോ അവിടെ. അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. പൊതുവെ ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസിൽ എന്തെല്ലാം അസസ്മെന്റുകളാണ് നമ്മൾ നടത്തുന്നത് കേട്ടോ. ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്, അതെന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുന്നു കേട്ടോ. എന്തൊക്കെയാണ്? അസസ്മെന്റ് ഓഫ് ദ പേഷ്യൻസ്, കൊഗ്നിറ്റീവ് ഫംഗ്ഷൻ. കൊഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക. ഓക്കെ, അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബ്രെയിൻ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അതായത് നമ്മൾക്ക് ചിന്തിക്കാൻ അല്ലെ, നമ്മൾക്ക് ചിന്തിക്കാൻ, നമ്മുടെ ബുദ്ധി, നമ്മുടെ ഓർമ്മ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? നമ്മുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷന്റെ ഭാഗമാണ് അല്ലെ. നമ്മളിപ്പോ പഠിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ പഠിക്കുന്നുണ്ട്, ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ചോദിക്കുമ്പോൾ നമ്മളത് പറയുന്നുണ്ട് അല്ലെ, നമ്മൾ വിവരങ്ങളെ ഇൻഫർമേഷൻസ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ജഡ്ജ്മെന്റ് നടത്തി നമ്മൾ കൃത്യമായിട്ട് തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ചിന്ത, നമ്മുടെ ഓർമ്മ, ബുദ്ധി, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്, നമ്മുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻസിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ അതിന്റെ അസസ്മെന്റ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഈ നെർവസ് സിസ്റ്റം, അതായത് നാഡീ സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നഷ്ടപ്പെടും അല്ലെ. അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാനോ അല്ലെങ്കിൽ നമുക്ക് കഴിയില്ല കേട്ടോ, ഒന്നും കോർഡിനേഷൻ തന്നെ നമുക്ക് കിട്ടില്ല. അപ്പൊ ഇതിന്റെ എക്സാമിനേഷൻ അതിനകത്ത് നടക്കുന്നുണ്ട് കേട്ടോ. കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങൾ,
എന്താണ് മോട്ടോർ സ്ട്രെങ്ത്. മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ചാലകശേഷിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാനും ഓടാനും അല്ലെ, കൈകളും കാലുകളൊക്കെ ചലിപ്പിക്കാനും വിരലുകളും മറ്റുമൊക്കെ മൂവ് ചെയ്യിക്കാനും അതൊക്കെ നമ്മുടെ മോട്ടോർ സ്ട്രെങ്ത് ആണ് അല്ലെ. അപ്പൊ അതിന്റെ അസസ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെന്താണ് സെൻസേഷൻ റിഫ്ലെക്സസ് അല്ലെ, സെൻസേഷൻ റിഫ്ലെക്സസ് നമുക്കറിയാതെ, അതായത് നമ്മളിപ്പോ ഒരു തീയില് നമ്മൾ അറിയാതെ കൈ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ കൈ തിരിച്ചെടുക്കും അല്ലെ. അല്ലെ, അതുപോലെ നമ്മുടെ കണ്ണിലേക്ക് നമ്മൾ ടോർച്ച് അടിച്ച് നമ്മൾ കണ്ണിച്ചിമ്മി പോലെ അറിയാതെ വരുന്ന റിഫ്ലക്സുകളാണ് അല്ലെ. അപ്പോ ഈ പറയുന്ന സെൻസേഷൻ റിഫ്ലക്സ്, എന്തെങ്കിലുമൊക്കെ സെൻസേഷൻ വരുമ്പോൾ പെട്ടെന്ന് റിഫ്ലക്സ് ചെയ്യുക, പെട്ടെന്ന് റിഫ്ലക്സ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ അസസ്മെന്റ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ കോർഡിനേഷൻ അറിയാലോ, നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള സന്ദേശങ്ങളെ നമ്മുടെ നെർവ് വഴിയായിട്ടാണ് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് എത്തുന്നത് അല്ലെ. അല്ലെ, ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നു, നമ്മൾ ഓടി രക്ഷപ്പെടാൻ നോക്കും, അപ്പോഴും നമ്മുടെ ബ്രെയിനിൽ നിന്ന് അപ്പോഴേക്കും അതിനുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ട്, അപ്പോഴാണ് നമ്മുടെ കാലുകളിലേക്ക് അത് എത്തുന്നത്, നമ്മൾ ഓടുന്നത് അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള ഒരു കോർഡിനേഷൻ. ഓക്കെ, പിന്നെ എന്താണ് ഗേറ്റ്. ഗേറ്റ് എന്ന് പറഞ്ഞാൽ നടത്തം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നടക്കുക, വാക്കിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞ മോട്ടോർ സ്ട്രെങ്ത്തിന് വരുന്ന സംഭവം തന്നെയാണ് കേട്ടോ ഗേറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എക്സാമിനേഷൻസ് ആണ് പൊതുവെ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ന്യൂറോളജിക്കൽ എക്സാമിനേഷന്റെ എന്തൊക്കെ കാര്യങ്ങളുടെ അസസ്മെന്റുകളാണ് നമ്മൾ നടത്തുന്നത്? നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, അതുപോലെ നമ്മുടെ മോട്ടോർ സ്ട്രെങ്ത് അല്ലെ, നമ്മുടെ ചാലകശേഷി, അതുപോലെ തന്നെ സെൻസേഷൻ റിഫ്ലക്സുകള്, പിന്നെ നമ്മുടെ കോർഡിനേഷൻ, പിന്നെ എന്താണ് ഗേറ്റ് നടത്തം, അതായത് മോട്ടോർ സ്ട്രെങ്ത്തിന്റെ തന്നെ ഭാഗമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അസസ്മെന്റുകളാണ് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് നടത്തുന്നത് കേട്ടോ. നമ്മൾ ഈ സ്റ്റോപ്പ് കമന്റ് ഒക്കെ വന്നിട്ട് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോയാൽ അവർ നമ്മളെ പരിശോധിക്കുന്നത് നമ്മളോട് പറയും, കൈ പൊക്ക്, കാല് പൊക്ക്, അല്ലെങ്കിൽ വിരലുകൾ അനക്കാനൊക്കെ അവർക്ക് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ മോട്ടോർ സ്ട്രെങ്ത് ആണ് അവരവിടെ നോക്കുന്നത്. ഇനി നോക്കാം, ന്യൂറോളജിസ്റ്റ് ഡു നോട്ട് പെർഫോം സർജറി. പൊതുവെ ന്യൂറോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നില്ല? സർജറി ചെയ്യുന്നില്ല. സർജറി ചെയ്യുന്നത് ആരാണ്? അത് ന്യൂറോ സർജൻസ് ആണ് കേട്ടോ. ന്യൂറോ സർജൻസ് ആണ് അത് ചെയ്യുന്നതായിരിക്കാം. ഇഫ് വൺ ഓഫ് ദെയർ പേഷ്യൻസ് റിക്വയർസ് സർജറി, they refer them to a neurosurgeon that provides the surgical intervention. കേട്ടോ. അപ്പൊ ന്യൂറോളജിസ്റ്റുകൾ പൊതുവെ സർജറി ചെയ്യുന്നില്ല. സർജറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ന്യൂറോ സർജന്മാർസ് ഉണ്ട് കേട്ടോ. ന്യൂറോ സർജന്മാരാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് പഠിക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ന്യൂറോളജി എന്ന് പറഞ്ഞ എന്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് നെർവസ് സിസ്റ്റം അങ്ങനെ പറയാം. അല്ലെങ്കിൽ ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രോബ്ലംസ് ദാറ്റ് അഫക്റ്റിംഗ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അങ്ങനെയും പറയാം കേട്ടോ. പിന്നെ ന്യൂറോളജിക്കൽ എക്സാമിനേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അസസ് ചെയ്യുന്നത്? അതായത് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, മോട്ടോർ സ്ട്രെങ്ത്, സെൻസേഷൻ റിഫ്ലക്സ്, കോർഡിനേഷൻ, ഗേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അസസ് ചെയ്യുന്നത്. ന്യൂറോളജിസ്റ്റ് എന്ത് ചെയ്യുന്നില്ല? സർജറി ചെയ്യുന്നില്ല. ന്യൂറോ സർജന്മാരാണ് ആ ഒരു കാര്യം പെർഫോം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നത് നെഫ്രോളജി ആണ് കേട്ടോ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? നെഫ്രോളജി. നെഫ്രോളജി എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നിങ്ങൾ പറഞ്ഞിരുന്നാണല്ലോ, എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി? വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. കിഡ്നി സംബന്ധമായിട്ടുള്ള തകരാറുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഫിസാൻ, ആബിദ, ഷിബില അല്ലെ. ഓക്കെ, ഷിബില കറക്റ്റ് ആണ്. കിഡ്നിയാണ് കേട്ടോ. നമുക്കറിയാം കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്ന ഒരാളാണ് അല്ലെ കിഡ്നി എന്ന് പറയുന്നത്. 2 കിഡ്നി ഉണ്ട് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് കിഡ്നി ചെയ്യുന്നത്? നമ്മുടെ ഒന്ന് പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ് അല്ലെ, നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങള് അല്ലെ, അധിക ദ്രാവകങ്ങള്, ഇതിനൊക്കെ എന്താണ് പ്യൂരിഫൈ ചെയ്യുന്നത് അല്ലെ, ഫിൽട്ടർ ചെയ്യുന്നത് ആരാണ്? കിഡ്നിയാണ് അല്ലെ. ഓക്കെ, അത് മാത്രമാണോ കിഡ്നിയുടെ ഫംഗ്ഷൻ? പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ് മാത്രമാണോ? അല്ല. എന്താണ്? നമ്മുടെ ശരീരത്തിലെ ധാതു ലവണങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? കിഡ്നിയാണ് അല്ലെ. അതുപോലെ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനൊക്കെ സഹായിക്കുന്നതിൽ കിഡ്നിക്ക് വളരെയധികം പങ്കുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വളരെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത്. സൗണ്ട് ക്ലിയർ അല്ലേ? ദുറ്റി എല്ലാവർക്കും അങ്ങനെയാണോ? സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ടോ? അപ്പോ നമ്മുടെ കിഡ്നിക്കകത്ത് നെഫ്രോൺസ് എന്ന് പറയുന്ന അരിപ്പകളുണ്ട് കേട്ടോ. നമ്മുടെ കിഡ്നിക്കകത്ത് നെഫ്രോൺസ് എന്ന് പറയുന്ന അരിപ്പകളുണ്ട്. ഈ ഒരു അരിപ്പ വഴിയായിട്ടാണ് നമ്മുടെ ബ്ലഡിന്റെ മറ്റു പ്യൂരിഫിക്കേഷനും ഫിൽട്രേഷനും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് ആ പേര്
നെഫ്രോളജി എന്ന് പറയുന്നത്. നെഫ്രോളജി കാര്യം നമ്മുടെ കിഡ്നിക്കകത്ത് നെഫ്രോൺസ് എന്ന് പറയുന്ന ഒരു ഫിൽറ്റർ ഉണ്ട്, അതുവഴിയായിട്ടാണ് ഈ ശുദ്ധീകരണങ്ങളൊക്കെ നടക്കുന്നത്. സോ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. നെഫ്രോളജി എന്നാണ് പറയുന്നത്. നമുക്ക് വായിക്കാം. നെഫ്രോളജി ഫോക്കസസ് ഓൺ ദ diagnosis and treatment of diseases that affect the kidney, including electrolyte disturbance and hypertension. Renal replacement therapy, including dialysis and transplant, are also carried out by the nephrologist. അല്ലെ, നമുക്കറിയാം ഒരു നെഫ്രോളജി വിഭാഗത്തില് എന്തെല്ലാം കാര്യങ്ങളാണ്, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. ഇൻക്ലൂഡിങ് എന്തൊക്കെയാണ്, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ശരീരത്തില് കിഡ്നി തകരാറിൽ വന്നു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തില് ഈ ഒരുപാട് ധാതു ലവണങ്ങളുണ്ട് അല്ലെ, സോഡിയം, പൊട്ടാസ്യം അങ്ങനെയൊക്കെയുള്ള ധാതു ലവണങ്ങളുണ്ട്. അതിന്റെയൊക്കെ ബാലൻസ് എന്തായി പോകും, ബാലൻസ് പോകും അല്ലെ. അതിന്റെ ആ ഒരു ഇംബാലൻസ് അവിടെ അനുഭവപ്പെടാൻ തുടങ്ങും. അതുപോലെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഹൈ ബ്ലഡ് പ്രഷർ ആണ് കേട്ടോ. അതാണ് ഹൈ ബ്ലഡ് പ്രഷർ ആണ്, ഉയർന്ന രക്തസമ്മർദ്ദമാണ് കേട്ടോ. ഏതൊരു വാക്കിന്റെ കൂടെ ഹൈപ്പർ എന്ന് കണ്ടാൽ ഹൈ ലെവലാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഹൈപ്പോ എന്നാണ് കാണുന്നതെങ്കിൽ ലോ ആണ് കേട്ടോ, ലോ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്, മറക്കരുത് കേട്ടോ. ഹൈപ്പർ തൈറോയിഡിസം എന്നൊക്കെ പറഞ്ഞാൽ ഹൈ ലെവൽ എന്നുള്ള അർത്ഥമാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഹൈ ലെവൽ ആവാം എന്നുള്ള അർത്ഥമാണ്. ഹൈപ്പോ എന്നാണെങ്കിൽ കുറഞ്ഞ താഴ്ന്ന ലെവൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇവിടെ എന്താണ്, ഹൈപ്പർ ടെൻഷൻ, അതായത് നമ്മുടെ രക്തസമ്മർദ്ദമൊക്കെ ഉയരാനായിട്ട് അത് കാരണമാകും. പിന്നെന്താണ്, റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. റീനൽ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. റീനൽ എന്ന വാക്ക് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ഇൻക്ലൂഡിംഗ് ഡയാലിസിസ് പോലെയുള്ള സേവനങ്ങൾ. റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നൊക്കെ ഉള്ളതിൽ നിങ്ങൾ ഡയാലിസിസ് പഠിക്കുമ്പോൾ കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കും. അത് വേറൊന്നുമല്ല, ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് തന്നെയാണ്. അത് വന്നിട്ട് ICUവിലുള്ള പേഷ്യൻസിലെ ഇത്രയും ഇന്റൻസീവ് ആയിട്ടുള്ള സിവിയർ ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ഡയാലിസിസ് ആണ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത്. അതൊരു ഡയാലിസിസ് തന്നെയാണ് കേട്ടോ. അങ്ങനെയുള്ള ഡയാലിസിസ് ചെയ്യുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് സേവനങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്, നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിനകത്താണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ന്യൂക്ലിയർ മെഡിസിൻ ആണ് കേട്ടോ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ന്യൂക്ലിയർ മെഡിസിൻ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട്? കേട്ടിട്ടുണ്ടോ? ന്യൂക്ലിയർ മെഡിസിനെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, എന്താ കേട്ടിട്ടുള്ളത്? എന്തിനെ പറ്റിയുള്ളതാണ് ഇത് ന്യൂക്ലിയർ മെഡിസിൻ? അറിയാവുന്നവര് പറഞ്ഞ മെസ്സേജ് ഇട്ടോ, കുഴപ്പമില്ല. ന്യൂക്ലിയർ മെഡിസിൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്നൊന്ന് പറയാമോ? ക്യാൻസർ. ഓക്കെ, ക്യാൻസർ ചികിത്സയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. പിന്നെ കറക്റ്റ് ആണിത്. ബയോപ്സി. ഓക്കെ, അതും ക്യാൻസറിന്റെ ഒരു ഇതാണ് അല്ലെ, ക്യാൻസർ ടെസ്റ്റ് ആണ് അല്ലെ, ബയോപ്സി ടെസ്റ്റ് അതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റേഡിയേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചികിത്സിച്ചത് അല്ലെ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്യാൻസർ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ശരിയാണ്. കൂടുതലും ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതായത് ക്യാൻസർ ചികിത്സയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ. ഓക്കെ, അതാണ് നിങ്ങൾക്ക് അറിയാവുന്നത്. അത് ശരിയാണ് കേട്ടോ. ഇനി നമുക്കത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പെറ്റ് സ്കാൻ ഒക്കെ വരുന്നത് ഇതിനകത്താണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിൽ കേൾക്കുക, അതിനുശേഷം നമുക്ക് വായിക്കാം കേട്ടോ. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും അത് ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു വിഭാഗം തന്നെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും എല്ലാ ഹോസ്പിറ്റലിലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ കാണാൻ പറ്റില്ല വരില്ല കേട്ടോ. ഓക്കെ, എന്നാൽ അത്യാവശ്യം നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ ഒട്ടുമിക്ക മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും ഉള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗം. ഓക്കെ, അപ്പൊ ശരിക്കും ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയാം. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ക്യാൻസറിനായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞു. ഓക്കെ, ഹാർട്ട് ഡിസീസിന് ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് ശരിക്കും ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞൊരു ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് വളരെ കുറഞ്ഞ അളവില് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ട്രേസറുകൾ, അതെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ട്രേസറുകൾ വളരെ കുറഞ്ഞ അളവില്, ട്രേസ് എമൗണ്ട് ആണ്, ചെറിയ അളവില്.
എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിൽ ഭയങ്കര വലിയ ഫങ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് ട്രേസറുകളെ ഒന്നുകിൽ നമ്മുടെ വായിലൂടെ, ഒന്നുകിൽ നമ്മുടെ മൗത്ത് വായിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ വെയിൻ ഞരമ്പ് വഴിയായിട്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടുകയാണ്. ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിനുള്ളിലോട്ട് പോയിട്ട് ഈ പുറത്ത് വിടുന്ന റേഡിയേഷൻസിനെ, കിരണങ്ങളെ നമ്മൾ എന്തുപയോഗിക്കാണ്, ക്യാമറകൾ ഉപയോഗിച്ചിട്ട് ഇമേജ് ചെയ്യാണ്. ഓക്കെ, കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം? അതായത് ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റേഡിയോ ആക്ടിവിറ്റി ആണിത്. അതായത് ചെറിയ അളവിൽ റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഒന്നുകിൽ നമ്മുടെ വായുവിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ വെയിനിലൂടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറ്റിവിടുകയാണ്. അതിനുശേഷം ഇത് നമ്മുടെ ശരീരത്തിനകത്തോട്ട് പോയിട്ട് പുറത്ത് വിടുന്ന റേഡിയേഷനെ നമ്മൾ ചില ക്യാമറകൾ ഉപയോഗിച്ച് ഇമേജ് ചെയ്യാണ്. അതാണ് എന്ത് ന്യൂക്ലിയർ മെഡിസിൻ ഇമേജിങ് എന്ന് പറയുന്നത് കേട്ടോ. നിൽക്കുന്നില്ല, ഞാൻ പറയുന്നത് കേട്ടിട്ട് വായിക്കാം. വായിക്കുമ്പോൾ മാർക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ന്യൂക്ലിയർ മെഡിസിനെ പറ്റി ഒന്ന് കേൾക്ക്, മനസ്സിലാക്കിയിട്ട് നമുക്കത് വായിക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം എവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പം അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ ഇമേജിങ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനായിട്ട് നമ്മൾ ചില സ്പെഷ്യൽ ക്യാമറകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗാമ ക്യാമറ, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ PET-CT മെഷീനുകളൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരം ക്യാമറകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ റേഡിയേഷൻ ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് അവയവത്തിൽ നിന്നാണ് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇമേജ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അതാണ് ന്യൂക്ലിയർ മെഡിസിൻ ഇമേജിങ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ന്യൂക്ലിയർ മെഡിസിന് ഇമേജിങ്, സ്കാനിങ് എന്ന് പറയുന്ന വിഭാഗം മാത്രമല്ല ഉള്ളത്, പിന്നെ എന്ത് വിഭാഗം കൂടിയുണ്ട്, തെറാപ്പി വിഭാഗം കൂടെയുണ്ട്. മനസ്സിലായോ? ന്യൂക്ലിയർ മെഡിസിന് മെയിൻ ആയിട്ട് രണ്ട് വിഭാഗങ്ങളാണ് വരുന്നത്. ഒന്ന് ഇമേജിങ് വിഭാഗം, സ്കാനിങ് വിഭാഗം ഉണ്ട്, തെറാപ്പി എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് വിഭാഗം ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇമേജിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ തെറാപ്യൂട്ടിക് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഈ പറയുന്ന റേഡിയോ അതെ തീറ്റ റേസ് ഒക്കെ പോലെ കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന ബീറ്റ റേസിനൊക്കെ പുറത്തേക്ക് വിടുന്ന ചിലതരം റേഡിയോ ആക്റ്റീവ് ട്രേസറുകള് നമ്മൾ പല രോഗങ്ങളുടെയും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതാണ് നിങ്ങൾ പറഞ്ഞ ക്യാൻസറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ചില എന്താ പറയാ, ചില അവയവങ്ങളുടെ പ്രവർത്തനം കൂടുതൽ, ഈ ഹൈപ്പർ തൈറോയിഡിസം എന്നൊക്കെ നമ്മൾ പറയുന്നത്, തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനമൊക്കെ കൂടുതലാകുന്ന അവസ്ഥ, തൈറോയിഡ് ക്യാൻസർ. ഈ തൈറോയിഡ് ക്യാൻസറുമായിട്ട് ചികിത്സയ്ക്ക് ഏറ്റവും ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഭാഗമാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ചില മരുന്ന് പോലെ ഉപയോഗിക്കുന്നുണ്ട്. ബീറ്റ റൈസിനെ പുറപ്പെടുവിക്കുന്ന റേഡിയോ ആക്റ്റീവ് ട്രേസറുകള് ഇത്തരം ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് വിഭാഗമുണ്ട്. ഇമേജിങ്, അതായത് സ്കാനിങ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, തെറാപ്യൂട്ടിക് അഥവാ ട്രീറ്റ്മെന്റ് വിഭാഗമുണ്ട് കേട്ടോ. അത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്പെഷ്യൽ ക്യാമറകളൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഗാമ ക്യാമറ, PET-CT മെഷീനുകളൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താന്ന് വെച്ചാല് നമ്മൾ സാധാരണ ഇപ്പോ CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിങ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. അതിനൊക്കെ പറയുമ്പോൾ നമുക്കൊരു സ്ട്രക്ചറൽ ഇമേജ് ആണ് തരുന്നത്. അൾട്രാസൗണ്ട് സ്കാനിങ്, CT സ്കാൻ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സ്ട്രക്ചറൽ ഇമേജ് ആണ് തരുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ ഒരു ഘടനാപരമായിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളൊരു കിഡ്നിയുടെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുക, ഒരു CT സ്കാൻ എടുക്കുമ്പോൾ ആ കിഡ്നിയുടെ സ്ട്രക്ചറിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ആ സ്ട്രക്ചറിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ട്, ഇപ്പൊ എന്തെങ്കിലും മുഴകളോ കാര്യങ്ങളോ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ന്യൂക്ലിയർ മെഡിസിൻ ഇമേജിങ് സ്കാനിങ്ങിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതൊരു ഫങ്ഷണൽ ഇമേജിംഗ് ആണ് നമുക്ക് തരുന്നത്. ഫങ്ഷണൽ ഇമേജ് ആണ്, സ്ട്രക്ചറൽ ഇമേജിനേക്കാൾ ഉപരി ഫങ്ഷണൽ ഇമേജ് ആണ് തരുന്നത്. വെച്ചാൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഇമേജിംഗ് ആണ് നമുക്ക് ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ്ങിലൂടെ ലഭിക്കുന്നത്. അപ്പൊ നമ്മുടെ കിഡ്നിയുടെ നമുക്ക് 2 കിഡ്നി ഉണ്ടല്ലോ. ഈ കിഡ്നിയുടെ ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കിഡ്നി എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട്, എത്ര ശതമാനം പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതില് റേഡിയോ ആക്റ്റീവ് ട്രേസറുകളൊക്കെ പാസ് ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും ക്ലിയറൻസിന് എന്തെങ്കിലും ബ്ലോക്കേജ് വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് ആ ഫംഗ്ഷൻ അറിയാൻ പറ്റും. എത്ര ശതമാനം വർക്ക് ആവുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഫങ്ഷണൽ ഇമേജിംഗ് ആണ് കൂടുതലും ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ അത്രയും അഡ്വാൻസ്ഡ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണോ? ഇനി പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതുകൂടാതെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വായിക്കാം. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ന്യൂക്ലിയർ മെഡിസിൻ is a branch of medical imaging
that they use a small amount of radioactive material to diagnose and ascertain the severity of or treat a variety of disease, including many types of cancers, heart disease, gastrointestinal, endocrine, neurological disorders, and other abnormalities within the body. കേട്ടോ. അപ്പൊ നമ്മൾ ഇമേജിങ്ങിന് മാത്രമല്ല ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ എന്തിനും കൂടെ ഉപയോഗിക്കുന്നുണ്ട്? ഈ പറയുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ അല്ലെ. ഏതൊക്കെയാ പറയുന്നത്? ഹാർട്ട് ഡിസീസ്, ക്യാൻസറുകള്, പിന്നെ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ്, എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, അങ്ങനെ നമ്മുടെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് അബ്നോർമാലിറ്റിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും സ്കാനിങ്ങിന് വേണ്ടിയിട്ടും ഈ ഇമേജിങ്ങിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ, ന്യൂക്ലിയർ മെഡിസിൻ യൂസസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കോൾഡ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് അവരുപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അല്ലെ. റേഡിയോ ആക്റ്റീവ് പേരിൽ തന്നെ കിടപ്പുണ്ടല്ലേ, റേഡിയേഷനെ ആക്റ്റീവ് ആക്കുന്ന, റേഡിയേഷനെ പുറത്ത് റിലീസ് ചെയ്യുന്ന മെറ്റീരിയൽസുകളാണ്. അതിന് നമ്മൾ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് പറയാ. അത് വേറൊന്നുകൊണ്ടല്ല, നമ്മൾ ഡിസ്യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന്റെ പേര് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് നമ്മൾ പറയാം. ഈ കോബാൾട്ട് 60 പോലെയുള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഒക്കെ നമ്മുടെ ക്യാൻസറിന്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണ് കേട്ടോ. കോബാൾട്ട് 60 എന്നൊക്കെ പറയുന്നത് ഒരുപാടുണ്ട് കേട്ടോ, ഞാൻ ഒരെണ്ണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കാം എക്സാമ്പിൾസ് ഓഫ് ഡിസീസസ് ട്രീറ്റഡ് വിത്ത് ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയേഴ്സ് ആണ്. ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഇമേജിംഗ് കൂടാതെ ട്രീറ്റ്മെന്റ് വിഭാഗം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്തെല്ലാം അസുഖങ്ങൾക്കാണ് ഈ പറയുന്ന ന്യൂക്ലിയർ മെഡിസിൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? നോക്കിക്കേ, ഒന്ന് ഹൈപ്പർ തൈറോയിഡിസം, അതായത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം വളരെ കൂടുതലാകുന്ന അവസ്ഥ അല്ലെ. അതിനെയാണ് നമ്മൾ ഹൈപ്പർ അല്ലെ. നേരത്തെ ഞാൻ പറഞ്ഞു ഹൈപ്പർ എന്ന വാക്കിന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു. ഹൈപ്പർ തൈറോയിഡിസം, അതുപോലെ തൈറോയിഡ് ക്യാൻസർ കേട്ടോ, തൈറോയിഡ് സംബന്ധമായിട്ട് വരുന്ന ക്യാൻസർ. ശരിക്കും ഈ പറയുന്ന തൈറോയിഡ് ക്യാൻസറിലാണ് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ മെഡിസിൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. പിന്നെ വന്നിട്ട് ലിംഫോമ. ലിംഫോമ എന്ന് പറയുന്നത് ഇസ് എ ടൈപ്പ് ഓഫ് ക്യാൻസർ തന്നെയാണ് കേട്ടോ. നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ തന്നെയാണ് ലിംഫോമ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബോൺ പെയിൻ ഫ്രം സം ടൈപ്സ് ഓഫ് ക്യാൻസർ, ക്യാൻസർ മൂലം ഉണ്ടാകുന്ന ചില ബോൺ പെയിനുകൾ, ഇങ്ങനെയുള്ളതിന്റെയൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ അളവിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? റേഡിയോ ആക്റ്റീവ് ട്രേസ് മെഡിസിൻ ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് allow the doctors to track the path of these radioactive traces. അപ്പൊ ഈ പറയുന്ന ഈ റേഡിയോആക്റ്റീവ് ട്രേസ് നമ്മുടെ ശരീരത്തിനകത്ത് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് ഏത് വഴിയിലൂടെയാണ് പോകുന്നതെന്ന് ട്രേസ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ ക്യാമറകളാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫോർ ദ മോസ്റ്റ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് ഇൻ ന്യൂക്ലിയർ മെഡിസിൻ the radioactive tracer is administered to a patient by the intravenous injection. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ വെയിനിലൂടെ അല്ലെ, ഇൻട്രാവെനസ് ഇൻസെർട്ടഡ് ഡയറക്ട്ലി ടു ദ വെയിൻ, ഒന്നുകിൽ വെയിനിലൂടെ അല്ലെങ്കിൽ മൗത്തിലൂടെയാണ് നമ്മൾ ഈ ട്രേസറുകൾ ശരീരത്തിനകത്തോട്ട് കയറ്റി വിടുന്നത്. ഇനി പഠിക്കാനുള്ള പോയിന്റാണ്, നോട്ട് ചെയ്ത് വെക്കുക. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി ഓർ സ്പെക്ടർ. അതാണ് സ്പെക്ടർ, SPECT സ്പെക്ടർ. ഇതാണ് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എക്സ്പാൻഷൻ ഓഫ് സ്പെക്ട് ചോദിച്ചിട്ടുണ്ട്. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി ആൻഡ് PET-CT. ഓക്കെ, PET-CT എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. ഓക്കെ, പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി സ്കാൻസ് ആർ ദ ടു മോസ്റ്റ് കോമൺ ഇമേജിംഗ് മൊഡാലിറ്റീസ് ഇൻ ന്യൂക്ലിയർ മെഡിസിൻ. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ന്യൂക്ലിയർ മെഡിസിന് പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന ഇമേജിംഗ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് സ്പെക്റ്റും പെറ്റും ആണ് കേട്ടോ. സ്പെക്റ്റിന്റെ ഫുൾ ഫോം സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി, പെറ്റ് എന്ന് പറഞ്ഞാൽ പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. ഇത് നമ്മൾ പൊതുവെ ന്യൂക്ലിയർ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഇമേജിംഗ് മെത്തേഡുകളാണ് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ന്യൂക്ലിയർ മെഡിസിൻ ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അടുത്ത ഡിപ്പാർട്ട്മെന്റ് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓങ്കോളജി ആണ് കേട്ടോ. ഓങ്കോളജി നിങ്ങൾക്ക് അറിയാലോ എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്? ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ ഓങ്കോളജി. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്വയർസ് ആൻഡ് ട്രീറ്റ്സ് all kinds of cancers and provides a wide range of chemotherapy treatment and radiotherapy for the cancerous tumors and blood disorders. കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അറിയാലോ, ക്യാൻസർ സംബന്ധമായിട്ടുള്ള
കീമോതെറാപ്പി ട്രീറ്റ്മെന്റുകളും റേഡിയോ തെറാപ്പി ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് യൂഷ്വലി കണക്റ്റഡ് വിത്ത് ഓൾ ദ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആസ് റെഫറൻസ്. cannot be വേണ്ടാട്ടോ, cannot be വേണ്ട, അത് വിട്ടിട്ടോ കേട്ടോ, ഇങ്ങനെ വായിച്ചാൽ മതി. ഡിപ്പാർട്ട്മെന്റ് ഈസ് യൂഷ്വലി കണക്റ്റഡ് വിത്ത് ഓൾ ദ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആസ് റെഫറൻസ് ബി മെയ്ഡ് when one department cannot diagnose the patient's problem. അപ്പൊ പൊതുവെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കണക്റ്റഡ് ആണ്. കാര്യം മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും റെഫർ ചെയ്ത് വിടുന്ന പേഷ്യൻസിനെയാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾക്ക് ക്യാൻസർ ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ സമയം എടുക്കും, ചിലപ്പോൾ ഡയഗ്നോസിസ് ഒരുപാട് വൈകും. അപ്പൊ പല ഡിപ്പാർട്ട്മെന്റുകളിലും അവിടെ നിന്നും റെഫർ ചെയ്ത് വിടുന്ന പേഷ്യൻസിനെയാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, ഡോക്ടേഴ്സ് ആൾസോ ക്യാരി ഔട്ട് ദ ട്യൂമർ റിമൂവൽ പ്രൊസീജിയേഴ്സ് വിച്ച് ആർ ദെൻ സെൻഡ് ഓഫ് ഫോർ ദ ബയോപ്സി ടു whether the tumor is harmful or not. അല്ലേ? അതോടൊപ്പം തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് ട്യൂമർ റിമൂവൽ സർജറികൾ മറ്റും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അല്ലെ, ക്യാൻസർ ട്യൂമർ റിമൂവൽ സർജറികൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അങ്ങനെ ട്യൂമർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ then send for biopsy. അത് ബയോപ്സി ടെസ്റ്റിന് വേണ്ടിയിട്ട് അയക്കും. അല്ലെ, കാര്യം അറിയണം ക്യാൻസറസ് അല്ലെ, ഇത് ക്യാൻസറസ് ആണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബയോപ്സി ടെസ്റ്റിന് വേണ്ടിയിട്ട് അയക്കുന്നത്. ബയോപ്സി എന്ന് കേൾക്കുമ്പോൾ ക്യാൻസർ കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അയക്കുന്നത്. The field of oncology has three major areas. കേട്ടോ. അപ്പൊ ഓങ്കോളജിക്ക് പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളാണ് ഉള്ളത്. പഠിച്ചു വെക്കണം കേട്ടോ. ഏതൊക്കെയാണ് ആ 3 വിഭാഗങ്ങള്? ഫസ്റ്റ് വൺ മെഡിക്കൽ ഓങ്കോളജി. നമുക്ക് എന്താണ് മെഡിക്കൽ ഓങ്കോളജി? രണ്ടാമത്തത് സർജിക്കൽ ഓങ്കോളജി. രണ്ടാമത്തെ എന്താണ് സർജിക്കൽ ഓങ്കോളജി. തേർഡ് വൺ റേഡിയേഷൻ ഓങ്കോളജി. ഇതാണ് റേഡിയേഷൻ ഓങ്കോളജി. മനസ്സിലായോ? 3 വിഭാഗമാണ് ഉള്ളത്. മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഇത് ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ. മെഡിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? The treatment of cancer using medicines. അല്ലെ, മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്യാൻസർ ആസ്പെക്ട് ആണ് മെഡിക്കൽ ഓങ്കോളജി. സർജിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ട്യൂമർ റിമൂവലും അത്തരം ട്യൂമർ റിമൂവൽ സർജറികളൊക്കെ ഉൾപ്പെടുന്ന ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ്. അല്ലെ, ചില ക്യാൻസർ നമ്മൾക്ക് എന്താണ് ശസ്ത്രക്രിയയിലൂടെ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. ആ രീതിയിലുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് ആസ്പെക്ട് ആണ് സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. മൂന്നാമത്തത് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത് എന്താണ്? ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ യൂസിങ് റേഡിയേഷൻസ്. അല്ലെ, റേഡിയേഷൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്യാൻസർ ചികിത്സകൾ നടത്താനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് വായിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ മെഡിക്കൽ ഓങ്കോളജി. ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ with the medicine including chemotherapy. ഇതാണ് പറയുന്നത് the treatment of cancer with the medicine including chemotherapy. അതായത് കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. The treatment of cancer with the medicine including chemotherapy is called medical oncology. രണ്ടാമത്തേതാണ് സർജിക്കൽ ഓങ്കോളജി. എന്താണത്? Surgical aspect of cancer, including biopsy and surgical resection of tumors. അതായത് ബയോപ്സി അല്ലെ, ബയോപ്സി ഉൾപ്പെടുന്ന അതുപോലെ തന്നെ സർജിക്കൽ റീസെക്ഷൻ എന്ന് വെച്ചാൽ സർജിക്കൽ റിമൂവൽ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ചിട്ടുണ്ട്, നേരിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ രീതിയിൽ സർജിക്കൽ ട്യൂമറുകളുടെ സർജിക്കൽ റിമൂവലും അതുപോലെ ഈ റിമൂവ് ചെയ്ത ട്യൂമറുകൾ നമ്മൾ ബയോപ്സി ടെസ്റ്റിന് അയച്ചുകൊണ്ട് ക്യാൻസർ ഒക്കെ കൺഫേം ചെയ്യുന്ന ആ ഒരു വിഭാഗമാണ് സർജിക്കൽ ഓങ്കോളജി. മൂന്നാമത്തത് റേഡിയേഷൻ ഓങ്കോളജി. ഇതാണ് റേഡിയേഷൻ തെറാപ്പി യൂസ് കെയർഫുള്ളി ടാർഗറ്റഡ് ആൻഡ് റെഗുലേറ്റഡ് ഡോസസ് ഓഫ് ഹൈ എനർജി റേഡിയേഷൻ ടു കിൽ ദ ക്യാൻസർ സെൽസ്. അല്ലെ, ഈ പറയുന്ന ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനായിട്ട് ഹൈ എനർജിയുള്ള റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ്. ദാറ്റ് ഈസ് കോൾഡ് റേഡിയേഷൻ ഓങ്കോളജി. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? അടുത്ത ഡിപ്പാർട്ട്മെന്റ് പഠിക്കാം. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതാണ് ഒഫ്താൽമോളജി. ഇത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡിപ്പാർട്ട്മെന്റ്, എല്ലാവർക്കും അറിയാം അല്ലെ. ഒഫ്താൽമോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഓക്കെ, എന്താ സംശയം? റേഡിയേഷൻ ഓങ്കോളജി ആണോ?
റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ യൂസിങ് റേഡിയേഷൻസ് അല്ലേ? നമ്മൾ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് കൊടുത്താണില്ലേ? റേഡിയേഷൻസ് ഉപയോഗിച്ച് ഹൈ എനർജി റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് അതിനെയാണ് നമ്മൾ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. പേരിൽ തന്നെ നമുക്ക് കിട്ടും. റേഡിയേഷൻ തന്നെ കേൾക്കുമ്പോൾ റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് ദാറ്റ് ഇസ് കോൾഡ് റേഡിയേഷൻ ഓങ്കോളജി. അടുത്തതാണ് ഒഫ്താൽമോളജി, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഐ പ്രോബ്ലംസ് ഓഫ് അഡൽട്ട് ആൻഡ് ചിൽഡ്രൻ. മുതിർന്നവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ അവരുടെ നേത്രരോഗ സംബന്ധമായിട്ടുള്ള ചികിത്സാ വിഭാഗമാണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. ഓക്കെ, ദയർ സർവീസസ് ഇൻക്ലൂഡിങ് എന്തെല്ലാം സേവനങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്കായിട്ട് പ്രൊവൈഡ് ചെയ്തത്? ഏതൊക്കെ സേവനങ്ങളാണ്? ഫസ്റ്റ് വൺ, ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ് അല്ലെ, പൊതുവായിട്ടുള്ള പറയുന്ന കണ്ണ് പരിശോധന കാര്യങ്ങൾ അല്ലെ, ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ് പൊതുവായിട്ടുണ്ടാവുന്ന കണ്ണ് പരിശോധനകൾ. അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെന്റുകൾ അല്ലെ, അറിയാലോ ലേസർ ട്രീറ്റ്മെന്റ് ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ചികിത്സയാണ്. അത് നമ്മുടെ വിഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് അല്ലെ, നമ്മുടെ കാഴ്ചയുടെ കണ്ണടയൊന്നും വെക്കണ്ട, അല്ലാതെ നമുക്ക് ലേസർ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് കണ്ണിന്റെ കാഴ്ചശക്തിക്ക് നമുക്ക് റെഡിയാക്കാനായിട്ട് സാധിക്കും. കുറച്ച് ചെലവുള്ള പരിപാടിയാണ് എങ്കിലും കണ്ണടയൊന്നും വെക്കില്ല. കണ്ണടയൊക്കെ വെക്കുമ്പോൾ കണ്ണിന്റെ ചുറ്റും ഇങ്ങനെ വട്ടത്തിലൊക്കെ ഒരു പാടൊന്നും വെക്കാം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും. സോ ലേസർ ട്രീറ്റ്മെന്റുകൾ കണ്ണിന്റെ ഡയറ്റും അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടിട്ടില്ലേ? ലേസർ ട്രീറ്റ്മെന്റുകൾ. പിന്നെ എന്താണ്? ഒപ്റ്റോമെട്രി കേട്ടോ. അതാണ് ഒപ്റ്റോമെട്രി. എന്താണ് ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ശരിക്കും പറഞ്ഞിട്ട് ഒരു പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആണ് കേട്ടോ. പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊഫഷൻ ദാറ്റ് ഫോക്കസസ് ഓൺ ഐ ആൻഡ് വിഷൻ കേട്ടോ. നമ്മുടെ കണ്ണിലുള്ള നമ്മുടെ കാഴ്ചയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഐ കെയർ പ്രൊഫഷൻ ആണ്. എന്ന് പറഞ്ഞാൽ MBBS എന്നുള്ള രീതിയിൽ ഡോക്ടർ അല്ല, ആ ഒരു ലെവലിലുള്ളതല്ല. അതൊരു എന്താ പറയുക, ഒരു BSc ഒപ്റ്റോമെട്രി എന്നൊക്കെ പറയും കേട്ടോ. പാരാമെഡിക്കൽ കോഴ്സ് പോലെയാണ് ശരിക്കും കേട്ടോ ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഒപ്റ്റോമെട്രി മീൻസ് ഇറ്റ്സ് എ പ്രൈമറി എന്താ പറയാ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആണ് ദാറ്റ് ഫോക്കസസ് ഓൺ ഐസ് ആൻഡ് വിഷൻ. നമ്മുടെ കണ്ണുകൾ നമ്മുടെ കാഴ്ചകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൈമറി ഐ കെയർ പ്രൊഫഷൻ ആണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ ഈ ഒപ്റ്റോമെട്രിസ്റ്റുകൾ ഉണ്ട്, അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള PSc ഒപ്റ്റോമെട്രി കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ട്, ഒപ്റ്റോമെട്രിസ്റ്റുകൾ എന്നാണ് പറയുക. അവരെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ പ്രൈമറി ആയിട്ടുള്ള ഐ കെയർ ഒക്കെ കൊടുക്കുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ കണ്ണുകൾ പരിശോധിക്കുക, ഡ്രോപ്സ് ഒക്കെ ഇടാം, പിന്നെ നമ്മളുടെ ലെൻസുകൾ പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ കണ്ണിന് കാഴ്ചശക്തി കുറവൊക്കെ ഉണ്ടെങ്കിൽ അവര് പവറും മറ്റും ഒക്കെ നോക്കി നമുക്ക് ഈ പറയുന്ന ലെൻസ് ഒക്കെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തൊക്കെ തരുന്നത് ഒപ്റ്റോമെട്രിസ്റ്റുകളാണ് കേട്ടോ. ഓക്കെ, അതേസമയം വളരെ കോംപ്ലിക്കേറ്റഡ് അവരെന്ന് പറഞ്ഞാൽ സർജറി മറ്റൊന്നും ചെയ്യില്ല കേട്ടോ. കണ്ണ് സംബന്ധമായിട്ട് സർജറികളോ കാര്യങ്ങളോ ഒന്നും ഒപ്റ്റോമെട്രിസ്റ്റുകൾ ചെയ്യില്ല. അത് ജസ്റ്റ് പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് മാത്രമാണ്. അതേസമയം ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുന്നത് അത് MBBS ഡോക്ടറാണ്. അവര് വന്നിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഈ പറയുന്ന കണ്ണ് സംബന്ധമായിട്ടുള്ള സർജറികളും കാര്യങ്ങളൊക്കെ ചെയ്തത് ഒഫ്താൽമോളജിസ്റ്റ് ആണ്. ശരിക്കും MBBS ഡോക്ടറാണ്. ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞ ഒരു പാരാമെഡിക്കൽ കോഴ്സ് പോലെയാണ്. അത് വെറും ഒരു പ്രൈമറി ഐ കെയർ പ്രൊവൈഡേഴ്സ് മാത്രമാണ് കേട്ടോ. അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ ഇതാണ് പറയുന്നത്. എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റാമെങ്കിൽ എല്ലാവർക്കും ഉണ്ടോ? പിന്നെ എന്ത് പറ്റി? മനു ഒരു കാര്യം ചെയ്തേ, ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നും കൂടെ കയറി നോക്കിയേ. കുറെ പേർക്ക് കാണാൻ പറ്റുന്നില്ല, കുറെ പേർക്ക് കാണാൻ പറ്റുന്നില്ല. എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തതാണ് ഓർത്തോപ്റ്റിസ്റ്റ് കേട്ടോ. ആരാണ്? ഓർത്തോപ്റ്റിസ്റ്റ്. ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം, ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാവുന്നത് ഞാൻ പറയാണ്. ഓർത്തോ എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ എല്ല് സംബന്ധമായിട്ടുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് കേട്ടോ. ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞ വേറെയാണ്. ഓക്കെ, അത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ഒരു വിഭാഗമാണ്. പെട്ടെന്ന് ഇങ്ങനെ ഓർത്തോ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലത് എല്ല് സംബന്ധമായിട്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കാം. ഓർത്തോപ്റ്റിസ്റ്റ് ആണ് എക്സ്പേർട്സ് in diagnosing and treating defects in eye movement and problems with how the eye work together called binocular vision. അതായത് നമ്മുടെ നേത്രചലന വൈകല്യങ്ങൾ കേട്ടോ, നേത്രചലന വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളെയാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നേത്രചലന വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ചികിത്സിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് നമ്മുടെ ചലനത്തിൽ പ്രശ്നം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇവർ പറയുന്നത്
how the eye works together called binocular vision. ബൈനോക്കുലർ വിഷൻ എന്ന് വെച്ചാൽ നേത്രദർശനം എന്ന് പറയും. നമ്മൾ ഒരു വസ്തുവില് രണ്ട് കണ്ണുകളെ ഒരേപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു വസ്തുവിന്റെ കറക്റ്റ് ഇമേജ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അതിന്റെ ആംഗിളും കാര്യങ്ങളും ആ ഒരു ഇമേജ് നമുക്ക് എപ്പോഴും കിട്ടും. നമുക്ക് ബൈനോക്കുലർ വിഷൻ ഉള്ളത് കൊണ്ടാണ് അല്ലെ. ഒരു വസ്തുവിന് രണ്ട് കണ്ണുകൾ നമുക്ക് കേന്ദ്രീകരിച്ച് കാണാൻ പറ്റുന്നത് കൊണ്ടാണ്. അതേസമയം ഈ ചലന വൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല, ഈ ഒരു വിഷൻ അവർക്ക് കറക്റ്റ് ആയിരിക്കില്ല. ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് നോക്കിയാൽ മതി. ഒരു കണ്ണടച്ചിട്ട് നമ്മളിപ്പോ വലത്തേ കണ്ണ് അടച്ചു പിടിച്ച് ഇടത്തേ കണ്ണുകൊണ്ട് ഒരു വസ്തുവിനെ നോക്കുന്നതും ഇടത്തേ കണ്ണ് അടച്ചു പിടിച്ചിട്ട് വലത്തേ കണ്ണുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതും ആംഗിള് വ്യത്യാസമില്ലേ? വ്യത്യാസം ഉണ്ടാവും. നമ്മൾ നോക്കിയിട്ടുണ്ടാവും. തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക്? തോന്നിയിട്ടില്ല? അങ്ങനെ നോക്കിയിട്ടുണ്ടോ നിങ്ങള്? എന്തെങ്കിലും പറയൂ. നോക്കിയിട്ടുണ്ടാവും. ഓക്കെ, നോക്കിയിട്ടുണ്ട്. അപ്പൊ ആംഗിൾ വ്യത്യാസം തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക്? തോന്നിയിട്ടുണ്ട് അല്ലെ? ആ, വ്യത്യാസം ഉണ്ടാവും. നമ്മൾ രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിനെ ഒരുമിച്ച് കേന്ദ്രീകരിക്കുമ്പോഴാണ്, ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു വസ്തുവിന്റെ മൊത്തത്തിലുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഈ നേത്ര ചലന പ്രശ്നങ്ങളുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് പറ്റില്ല, അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. അവർക്ക് വിഷൻ കറക്റ്റ് ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ബൈനോക്കുലർ വിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഓർത്തോപ്റ്റിസ്റ്റ് ആണ് കേട്ടോ. ഇനി ആ വേർഡിന്റെ ഒറിജിനേഷനെ പറ്റിയിട്ട് ജസ്റ്റ് അവിടെ നിന്ന് പറയുന്നത് അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദ വേർഡ് ഓർത്തോപ്റ്റിക് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്സ് ഓർത്തോസ് വിച്ച് മീൻസ് സ്ട്രെയിറ്റ്, ദെൻ ഒപ്റ്റിക്കോസ് വിച്ച് മീൻസ് റിലേറ്റഡ് ടു സൈറ്റ്. ശരിക്കും പറഞ്ഞാൽ ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന എന്താണ്, ഈ ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്തത്. ഏതൊക്കെയാണ് ആ രണ്ട് ഗ്രീക്ക് വേർഡ്സ്? ഒന്നാമത്തത് ഓർത്തോസ്. ഓർത്തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ്. ഓർത്തോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? വിച്ച് മീൻസ് സ്ട്രെയിറ്റ് എന്നാണ് കേട്ടോ. നേരായത് സ്ട്രെയിറ്റ് കേട്ടോ, സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. അടുത്തത് ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഗ്രീക്ക് പദം. ഒപ്റ്റിക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? റിലേറ്റഡ് ടു സൈറ്റ് എന്നാണ് കേട്ടോ, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ഓർത്തോപ്റ്റിക് എന്ന് വായിക്കുമ്പോൾ അത് രണ്ട് ചേർത്ത് പറഞ്ഞിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നേരായിട്ടുള്ള കാഴ്ചയുമായിട്ട്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വിഷനുമായിട്ട്, കാഴ്ചയുമായിട്ട്, സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്നർത്ഥം. ഈ ഓർത്തോസ് ഒപ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓർത്തോപ്റ്റിക് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചെറിയൊരു ഭാഗമുണ്ട്. ഒഫ്താൽമിക് ഇമേജിംഗ് ആണ് കേട്ടോ. ഒഫ്താൽമിക് ഇമേജിംഗ് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ് to create detailed images to support the diagnosis and treatment of a range of eye conditions. അതായത് വിവിധ തരത്തിലുള്ള നമ്മുടെ കണ്ണുകളുടെ എന്താ പറയാ ചികിത്സകള്, രോഗനിർണയം, അതിനെയൊക്കെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇമേജ് എടുക്കുന്ന, കണ്ണിന്റെ ഇമേജുകളൊക്കെ എടുക്കില്ല, കണ്ണിന്റെ സ്കാൻ ചെയ്യുന്ന പോലെ ഇമേജുകളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പെഷ്യലിസ്റ്റ് ഉപകരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആ ഒരു സംവിധാനം, ദാറ്റ് ഈസ് കോൾഡ് ഒഫ്താൽമിക് ഇമേജിംഗ്. നമ്മൾ CT സ്കാൻ, അൾട്രാസൗണ്ട് ഇമേജിംഗ് എടുക്കില്ല, അതുപോലെ നമ്മുടെ കണ്ണിന്റെ പ്രശ്നങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇമേജിംഗ് എടുക്കുന്ന, സ്കാൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഒഫ്താൽമിക് ഇമേജിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒഫ്താൽമോളജി എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോമൺ സേവനങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഒപ്റ്റോമെട്രി, എന്താണ് ഓർത്തോപ്റ്റിസ്റ്റ്, അല്ലെ ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന വാക്കിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ്, അതുപോലെ എന്താണ് ഒഫ്താൽമിക് ഇമേജിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെയാണോ? 2 മിനിറ്റ് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളൊന്ന് വായിക്കാമോ? നമ്മൾ പഠിച്ച ഈ 3 ഡിപ്പാർട്ട്മെന്റുകള് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിക്കാമോ? ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണെന്ന് നോക്കി. ന്യൂറോളജി, അതുപോലെ നെഫ്രോളജി, ന്യൂക്ലിയർ മെഡിസിൻ, ഓങ്കോളജി, ഒഫ്താൽമോളജി, ഇതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വായിച്ചു. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് കേട്ടോ. 3 എണ്ണം ഉണ്ട് അതിനകത്ത്. മെഡിക്കൽ ഓങ്കോളജി എന്ന് വെച്ചാൽ മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെയാണ് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ സർജിക്കൽ ഓങ്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ബയോപ്സി ടെസ്റ്റുകളൊക്കെ നടത്തി, ട്യൂമർ റിമൂവൽ ഒക്കെ നടത്തിക്കൊണ്ട് ചെയ്യുന്ന ക്യാൻസർ ചികിത്സയാണ് സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ഹൈ എനർജി റേഡിയേഷൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ക്യാൻസർ ചികിത്സ നടത്തുന്നത് അല്ലെ. ആ ഒരു വിഭാഗമാണ് എന്താ ഈ പറയുന്ന റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്.
3 ടൈം കണ്ടെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കണ്ണിന്റെ വിവിധ പ്രശ്നങ്ങളൊക്കെ ചികിത്സിക്കാനായിട്ട് എന്താണ് വലിയ വലിയ എക്യുപ്മെന്റ് പല എക്യുപ്മെന്റുകൾ ഉപയോഗപ്പെടുത്തുന്നത് കണ്ണിന്റെ ഇമേജ് എടുക്കും. കണ്ണിന്റെ സ്കാനിങ് ഒക്കെ മറ്റും എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സംവിധാനം കേട്ടോ. ഇതാണ് ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ അൾട്രാസൗണ്ട് ഒക്കെ എടുക്കില്ല, എക്സ്റേ ഒക്കെ എടുക്കില്ല, അതൊക്കെ ഇമേജിങ് അല്ലേ? അതുപോലെ തന്നെയാണ് കണ്ണിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മൾ എന്താണ് എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗപ്പെടുത്തി അതിന്റെ സ്കാനിങ് ഇമേജ് എടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ, അതിനെയാണ് ഒഫ്താൽമിക് ഇമേജിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് എനിക്കറിയില്ല കേട്ടോ. അഭിനവ് ചോദിച്ച കാര്യം എന്താന്ന് എനിക്ക് ക്ലിയർ ആയിട്ടില്ല, മനസ്സിലായില്ല. ഓർത്തോപ്റ്റിക് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ പറയുന്ന നമ്മുടെ ബൈനോക്കുലർ വിഷനുമായിട്ട് ബന്ധപ്പെട്ട് ചലന വൈകല്യങ്ങളുമായിട്ട് ചില ആളുകളുടെ കൃഷ്ണമണികളായാലും എന്താണ് വ്യത്യാസം ഉണ്ടാവും. ദാറ്റ് മീൻസ് ലൊക്കേഷൻ വ്യത്യാസം ഉണ്ടാവും, മൂവ്മെന്റ്സിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ള ബൈനോക്കുലർ വിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ എന്താ പറയുക കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ഓർത്തോപ്റ്റിസ്റ്റ് പറയും. മാർക്ക് ചെയ്യണം കേട്ടോ, മാർക്ക് ചെയ്യണം. ഓർത്തോപ്റ്റിസ്റ്റ് മാർക്ക് ചെയ്യണം കേട്ടോ. ലിസ്റ്റ് വായിക്കേ. അതെ തന്നെ കേട്ടോ. സ്റ്റാബിസ് നേരത്തെ അഭിനയം ചോദിച്ച സംഭവം തന്നെയാണ് കേട്ടോ. അത് തന്നെയാണ് കേട്ടോ. സ്റ്റാബിസ് അത് തന്നെ അതായത് നമ്മുടെ കണ്ണുകളുടെ ദിശാ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് കറക്റ്റ് ആയിട്ട് വിഷൻ ഉണ്ടാവില്ല കേട്ടോ. ഒരു മിനിറ്റ് ടെസ്റ്റ് മിനിറ്റ്. ഓക്കെ ആണോ? ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് അടുത്തൊരു കുഞ്ഞു ഡിപ്പാർട്ട്മെന്റ് കൂടെ പഠിച്ചിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഓർത്തോപീഡിക്സിനെ പറ്റിയിട്ടാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓർത്തോപീഡിക്സ്. ഓക്കെ, ഓർത്തോപീഡിക്സിനെ പറ്റി അറിയാലോ. ഓർത്തോ കേൾക്കുമ്പോൾ എന്താണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം, നമ്മുടെ അസ്ഥി വ്യവസ്ഥ അല്ലെ, അസ്ഥി വ്യൂഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അത് തന്നെ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരരുത് കേട്ടോ. അത് ഒഫ്താൽമോളജിയിലാണ് കേട്ടോ വരുന്നത്. ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, ഓർത്തോപീഡിക്സ് നോക്കുക. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് പ്രോബ്ലംസ് ദാറ്റ് അഫക്ട് ദ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം കേട്ടോ. നമ്മുടെ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ സേവനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്? ഓക്കെ, ദാറ്റ് ഇൻക്ലൂഡ്സ് ട്രീറ്റിംഗ് ബോൺസ്. ബോൺസ് എന്നാണ് സ്ക്രീനിൽ, തെറ്റാണ്, ബോൺസ് ആണ് കേട്ടോ. BONES ബോൺസ്. ഓക്കെ, എല്ലുകള്, അതുപോലെ തന്നെ മസിൽസുകള് അല്ലെ, അതായത് നമ്മുടെ പേശികള്, പിന്നെ ടെൻഡൻസ്. എന്താണ് ടെൻഡൻ എന്ന് കേട്ടിട്ടുണ്ടാവുന്നില്ല അല്ലെ? ടെൻഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് അവിടെ എഴുതി വെച്ചു കേട്ടോ. ടെൻഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പേശികളെ അസ്ഥികളുമായിട്ട് ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ കേട്ടോ. നിങ്ങൾ എങ്ങനെ എഴുതിയത്? ബോൺ ടു മസിൽ എഴുതിയാൽ മതി കേട്ടോ. ബോൺ ടു മസിൽ കണക്ഷൻ എന്ന് വെറുതെ എഴുതി വെച്ചാൽ മതി. അതായത് നമ്മുടെ അസ്ഥിയെ പേശികളെ അസ്ഥികളുമായിട്ട് ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ, ദാറ്റ് ഈസ് കോൾഡ് ടെൻഡൻസ് കേട്ടോ. ടെൻഡൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലിഗമെന്റ്സ്. ലിഗമെന്റ്സ് എന്ന് പറഞ്ഞാൽ ബോൺ ടു ബോൺ കണക്ഷൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ അസ്ഥിനെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ലിഗമെന്റ്സ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് അവിടെ എഴുതി വെച്ചേക്കാം. ബോൺ ടു ബോൺ കണക്ഷൻ ആണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ബോൺ ടു മസിൽ കണക്ഷനെയാണ് ടെൻഡൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ലിഗമെന്റ്സ്, ടെൻഡൻസ്, പിന്നെ എന്താണ് റീപ്ലേസിംഗ് ബോൺസ് ലൈക്ക് ഹിപ്പ് റീപ്ലേസ്മെന്റ്,
നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, നമ്മുടെ ഈ പറയുന്ന മുട്ട് മാറ്റിവെക്കൽ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ നമ്മുടെ ഇടുപ്പെല്ല് അവിടത്തേക്ക് റീപ്ലേസ്മെന്റ് സർജറികളും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ ബോൺസ് അല്ലെ, അസ്ഥികള്, പേശികള്, അതുപോലെ ടെൻഡൻസ്, ലിഗമെന്റ്സ്, ജോയിന്റ്സ്, ഇതൊക്കെ സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് കൈകാര്യം ചെയ്യുന്നത്. അതർ ഔട്ട് പേഷ്യന്റ് സർവീസസ് ആൾസോ ഇൻക്ലൂഡ് ട്രീറ്റിംഗ് ഫ്രാക്ചേഴ്സ് ആൻഡ് ഡിസ്ലൊക്കേറ്റഡ് ജോയിന്റ്സ് അല്ലെ. ഫ്രാക്ചറുകളൊക്കെ നമ്മള് എല്ല് പൊട്ടുക അല്ലെ, നമ്മളിപ്പോ ഈ വലപ്പൊട്ടിയാറില്ലേ വീഴുമ്പോഴൊക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റിംഗ് ഫ്രാക്ചറുകളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. ഡിസ്ലൊക്കേറ്റഡ് ജോയിന്റ് അല്ലെ, ജോയിന്റിന്റെ ഡിസ്ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തോ നിങ്ങൾക്ക്? അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറയട്ടെ, പറയണോ അതോ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? ക്ലിയർ ആണ്? അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറയട്ടെ എന്നാ. ടെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്, അതായത് നമ്മുടെ അസ്ഥിനെ, പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂസ് ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ പേശികളെ അസ്ഥിയുമായിട്ട്, അതായത് മസിലിന്റെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ടെൻഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടുമാറ്റിവെക്കൽ സർജറികളൊക്കെ ഇല്ലേ, മുട്ടുമാറ്റിവെക്കുന്ന സർജറി കാര്യങ്ങള്, അതൊക്കെ ചെയ്യുന്നത് ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. മുട്ട് തേയ്മാനൊക്കെ വരില്ലേ ആളുകൾക്ക് വയസ്സാകുമ്പോ, ഈ മുട്ടൊക്കെ ചിലത് മാറ്റിവെക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളതാണ് നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്തരം സർജറികളൊക്കെ ചെയ്യുന്നത് ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും മതി കേട്ടോ. അപ്പൊ നമ്മൾ ഇത് പഠിച്ച ഡിപ്പാർട്ട്മെന്റുകള് ഇതൊക്കെയായിരുന്നു. ന്യൂറോളജി അധികം കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉള്ളവര് മാർക്ക് ചെയ്ത് വെക്കണോട്ടോ. എത്രയും പെട്ടെന്ന് ടെക്സ്റ്റുകൾ നിങ്ങൾ കളക്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ് എടുത്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയെടുക്കല് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുത്ത് കളക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഓർഡർ കൊടുത്താൽ മതി, പെട്ടെന്ന് കിട്ടാം. ഓക്കെ, അപ്പൊ ന്യൂറോളജി നമ്മൾ പറഞ്ഞു. നെഫ്രോളജി അല്ലെ, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്. ന്യൂക്ലിയർ മെഡിസിൻ 2 വിഭാഗമുണ്ട്, ഇമേജിംഗ് വിഭാഗമുണ്ട്, ട്രീറ്റ്മെന്റ് വിഭാഗമുണ്ട്. പിന്നെ ഓങ്കോളജി, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗം 3 ഉണ്ട് കേട്ടോ. മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. ഒഫ്താൽമോളജി എന്താണ്? ഒപ്റ്റോമെട്രി, ഓർത്തോപ്റ്റിസ്റ്റ് ആരാണ് അല്ലെ, എന്താണ് ഒഫ്താൽമിക് ഇമേജിംഗ്. ഓക്കെ, പിന്നെ ഓർത്തോപീഡിക്സ് കേട്ടോ. ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം. മിസ്, ന്യൂക്ലിയർ മെഡിസിൻ ഒന്നും കൂടെ ഒന്ന് പറയാമോ? ജസ്റ്റ് ഒരു ബേസ്. ഓക്കെ, ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെറിയ അളവിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ, ട്രേസറുകള് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടും. ഓക്കെ, എന്നിട്ട് നമ്മളത് ഇമേജിങ്ങിന് വേണ്ടി ഉപയോഗിക്കും, സ്കാനിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പല രോഗങ്ങളുടെ ചികിത്സയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. 2 വിഭാഗം ഉണ്ടായിരുന്നു. സ്കാനിങ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, പിന്നെ തെറാപ്പി അതായത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ഓക്കെ, സ്കാനിങ്ങിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ അകത്തേക്ക് കടത്തിവിടും. അപ്പൊ അതേ അകത്ത് ചെന്നിട്ട് പുറത്ത് റേഡിയേഷൻസിന് വിടും. അത് നമ്മൾ സ്പെഷ്യൽ ക്യാമറകൾ ഉപയോഗിച്ച് ഇമേജ് ചെയ്ത് കാണും. അപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ് എന്ന് പറയുന്നത്. തെറാപ്യൂട്ടി എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻസർ, പ്രത്യേകിച്ച് തൈറോയിഡ് ക്യാൻസർ, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനമൊക്കെ കൂടുതലാവുന്ന കേസുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു മരുന്നുള്ള രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ബീറ്റാ റേസ് ഒക്കെ പുറത്തേക്ക് വിടുന്ന ചില റേഡിയോ ആക്റ്റീവ് ട്രേസറുകളുണ്ട്. അത് ഇതിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. തൈറോയിഡ് പോലെയുള്ള ക്യാൻസറിനൊക്കെ പ്രത്യേകിച്ച് തൈറോയിഡ് ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഗൂഗിളിലേക്ക് ഒക്കെ ഇഷ്ടം പോലെ കിട്ടും. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞത് കൊബാൾട്ട് 60, അതൊരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണ്. അത് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ 2 വിഭാഗമുണ്ട് ന്യൂക്ലിയർ മെഡിസിൻ കേട്ടോ. പിന്നെ പറയാവുന്നത് എന്താ വെച്ചാല് ന്യൂക്ലിയർ മെഡിസിനില് 2 സ്കാനിങ്ങുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പെറ്റ് CT സ്കാൻ ആണ്, അതായത് പോസിട്രോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി എന്ന് പറയും. പിന്നെ സ്പെക്റ്റഡ് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. പ്രത്യേക ക്യാമറകളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ഗാമ ക്യാമറ എന്നൊക്കെ പറയും. ഗാമ ക്യാമറ,
PET-CT മെഷീൻ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇമേജിങ് മറ്റും എടുക്കുന്നത്. 2 വിഭാഗമുണ്ട്, സ്കാനിങ് വിഭാഗമുണ്ട്, ട്രീറ്റ്മെന്റ് വിഭാഗമുണ്ട് കേട്ടോ. എത്രയേ ഉള്ളൂ ന്യൂക്ലിയർ മെഡിസിൻ. ടൈപ്പ് ഓഫ് സ്കാനിങ് അല്ലേ സ്പെക്ട്രം പെറ്റും PET സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി കേട്ടോ. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ PET എന്ന് വെച്ചാൽ പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി കേട്ടോ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഫൈനൽ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മാം.